കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഇല്ല. ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയന്ത്രണം മാത്രം. അതായത് വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെയുള്ള പീക്ക് ടൈമിൽ 30 മിനിറ്റിൽ താഴെ മാത്രം വൈദ്യുതി നിയന്ത്രണം. കനത്ത ചൂടിനെ തുടർന്ന് വൈദ്യുതി ഉപഭോഗത്തിലുണ്ടായ വർധനയും പ്രതിസന്ധിയും നേരിടുന്നതിന്റെ ഭാഗമായുള്ള നടപടി. പക്ഷേ കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടെന്ന് ചിലരങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുത്തി തീർക്കാൻ അവർക്ക് വല്ലാത്ത വെപ്രാളമാണ്. 10 വർഷം ലോഡ് ഷെഡിംഗ് എന്ന വാക്കു തന്നെ കേരളത്തിൽ ഇല്ലാതാക്കിയ LDF സർക്കാരിനെ അടിക്കാൻ കിട്ടിയ ഒരു വടി. പശ്ചിമേഷ്യൻ സംഘർഷം സൃഷ്ടിച്ച ഊർജ്ജ പ്രതിസന്ധിക്കൊപ്പം വേനൽ ചൂടും കനത്തതോടെ രാജ്യമെങ്ങും വൈദ്യുതിക്ഷാമം രൂക്ഷമാണ്. പക്ഷേ അതൊന്നും കാണാതെ ഇതുവരെയും ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കാത്ത ഇടതു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ബോധപൂർവമായ സംഘടിതമായ നീക്കമാണ് നടക്കുന്നത്. ആ ശ്രമങ്ങൾ നിങ്ങൾ തുടർന്നോളൂ. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഒന്ന് നോക്കണം. രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മണിക്കൂറുകളാണ് അപ്രഖ്യാപിത പവർ കട്ട് നീളുന്നത്. കടുത്ത ചൂടിൽ വെന്തുരുകുമ്പോൾ ഇടുത്തിയായി മണിക്കൂറുകളോളം പവർ കട്ട്. ഒന്നാലോചിച്ചു നോക്കൂ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം. 45 ഡിഗ്രിക്ക് മുകളിലാണ് രാജസ്ഥാനിൽ പകൽ താപനില. ഇവിടെയും കടുത്ത വൈദ്യുതിക്ഷാമമാണ്. ഇരുട്ട് വീണു കഴിഞ്ഞാൽ ബിക്കാനീർ, ജോധ്പൂർ, ജയ്സാൽമീർ മേഖലകളിൽ വൈദ്യുതിയെ പിന്നെ നോക്കേണ്ട. മണിക്കൂറുകൾ നീളുന്ന പവർ കട്ടിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പഞ്ചാബിലും സ്ഥിതി മറിച്ചല്ല. 10 മണിക്കൂർ വരെയാണ് സംസ്ഥാനത്തെ അപ്രഖ്യാപിത പവർ കട്ട്. അമൃത്സറിലും പട്യാലയിലും ലുധിയാനയിലുമെല്ലാം വൈദ്യുതി പ്രതിസന്ധിയാൽ ജനം വലയുകയാണ്. വൈദ്യുതിക്ഷാമം കൃഷിയെയും വ്യവസായത്തെയും ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പലയിടത്തും ജലസേചനം മുടങ്ങി. രാജ്യതലസ്ഥാനത്തും വൈദ്യുതിക്ഷാമത്തെ മറികടക്കാൻ സർക്കാരിനായിട്ടില്ല. പകലും രാത്രിയുമെല്ലാം അപ്രഖ്യാപിത പവർ കട്ട്. IT നഗരമായ ബംഗളൂരു ഉൾപ്പെടെ കർണാടകയിലെ പല പ്രദേശങ്ങളിലും തെലങ്കാനയിലും ആന്ധ്രയിലുമെല്ലാം വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. ഇനി UPയുടെ കാര്യം നോക്കാം. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ മണിക്കൂറുകളാണ് വൈദ്യുതി മുടങ്ങുന്നത്. ലക്നൗ, നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങളിലും ഇതേ അവസ്ഥ തന്നെ. കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി ആവർത്തിച്ച് പറഞ്ഞിട്ടും കേരളത്തെ ഇരുട്ടിലാക്കാനുള്ള പ്രൊപ്പഗാണ്ട കളികൾ അണിയറയിൽ സജീവമാണ്. ലോഡ് ഷെഡിംഗ് ഇല്ല. ലോഡ് ഷെഡിംഗ് ഇല്ല. ഓവർലോഡ് ആകുമ്പോൾ ഡ്രിപ്പ് ആകലേ ഉള്ളൂ. അത് 5 മിനിറ്റോ 10 മിനിറ്റോ ആകുകയുണ്ടാവുള്ളൂ. പിന്നെ വെറുതെ നിങ്ങൾ ഈ ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയ ലോഡ് ഷെഡിംഗ് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? കനത്ത ചൂടും ഇന്ധനക്ഷാമവും വരുത്തിവെച്ച പ്രതികൂല സാഹചര്യത്തെ സർക്കാരിന്റെ കുറ്റമായി ആരോപിക്കുമ്പോൾ രാജ്യത്താകമാനുള്ള സ്ഥിതിവിശേഷം കൂടി അറിയാൻ ശ്രമിക്കണം. കഴിഞ്ഞയാഴ്ച രാജ്യത്തെ പരമാവധി പ്രതിദിന വൈദ്യുതി ഉപയോഗം 256.11 ഗിഗാവാട്ട് എന്ന റെക്കോർഡിലെത്തി. ഇത് ഇനിയും കൂടുവാൻ തന്നെയാണ് സാധ്യത. കേരളത്തിലും ചൂട് കൂടുകയാണ്. AC-യുടെയും ഇൻഡക്ഷൻ കുക്കറിന്റെയും ഒക്കെ ഉപയോഗത്തിലുണ്ടായ കുതിച്ചുചാട്ടം സ്ഥിതി രൂക്ഷമാക്കുന്നുണ്ട്. നമുക്കൊരുമിച്ച് ഈ പ്രതിസന്ധിയെ മറികടക്കാം. രാത്രി സമയങ്ങളിൽ AC-യുടെ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഇൻഡക്ഷൻ കുക്കറിന്റെയും ഇലക്ട്രിക് ഹീറ്റർ, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ് തുടങ്ങിയവയുടെയും ഉപയോഗം ഒഴിവാക്കണം. അനാവശ്യമായി ലൈറ്റും ഫാനും ഒന്നും പ്രവർത്തിപ്പിക്കാതിരിക്കാം. ഇത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്തിൽ മുന്നോട്ടു പോകാം.